കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. മോളെ മോനെ, നിന്റെ സങ്കടങ്ങളെ ദൈവം കാണുന്ന സമയമാണ്. നമുക്കൊരു ദൈവമുണ്ട്, വിശ്വസിക്കുക. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ രക്തം ചിന്തിയ നമ്മുടെ കർത്താവ്. അമ്മ മറന്നാലും അപ്പൻ മറന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നീ എനിക്ക് പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ് എന്ന് പറഞ്ഞ ദൈവം. നീ നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കാത്ത നിന്റെ ദൈവം, നീ തകർന്നു പോകാൻ, തളർന്നു പോകാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ കർത്താവ് ദയാൽധാരയിലുണ്ട്. ആ കർത്താവ് സ്നേഹത്തോടെ നിന്നെ കാണുന്ന, കടാക്ഷിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യത്തിന്റെ തണലിലാണ് മക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:15 മുതലുള്ള വചനങ്ങളിൽ വചനം പറയാണ്, പത്രോസ് നടന്നുപോയി. പത്രോസിന്റെ മേൽ ഉന്നതമായ അഭിഷേകം വെളിപ്പെട്ടു. പത്രോസ് നടന്നുപോയി. നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ കൊണ്ടുവന്ന് അനേകരെ കടത്തി. രോഗികള്, പിശാചു ബാധിതര്, തളർന്നു പോയവര്. എന്തിനാണെന്നറിയോ? പത്രോസിന്റെ നിഴലെങ്കിലും ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നത്. വചനം കൂട്ടിച്ചേർക്കുന്നു, പത്രോസിന്റെ നിഴൽ പതിച്ച സകലരും സൗഖ്യം പ്രാപിച്ചു. പിശാചുകൾ വിട്ടുപോയി. തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടന്നു. പത്രോസിന്റെ നിഴലിൽ അത്ര കണ്ട് സൗഖ്യങ്ങൾ നടന്നെങ്കിൽ പത്രോസിനെ അഭിഷേകം ചെയ്ത അഭിഷിക്തനായ കർത്താവിൻ്റെ ഈ തണലിലായിരിക്കുന്ന നമ്മളിൽ എത്ര കണ്ട് അത്ഭുതങ്ങൾ ഈ നിമിഷങ്ങളിൽ സംഭവിക്കണം. വിശ്വസിച്ചാൽ മതി. ഓളെന്ന് വിശ്വസിച്ചാൽ മതി. ഇത് കർത്താവാണെന്ന് വിശ്വസിച്ചാൽ മതി. തോമാസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞില്ല, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഉദ്ധിതനായ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ തോമാസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞ തൻ്റെ വിശ്വാസം പറഞ്ഞത്. പത്രോസ് പറഞ്ഞില്ലേ, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന്. ഇതാ നമുക്ക് വേണ്ടി കാൽവരിയോളം സഹിച്ച കർത്താവ് ധാരയിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ അടച്ചോ, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയോ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളെല്ലാം ഈശോട് പറ. ഒത്തിരി സ്വകാര്യ ദുഃഖങ്ങൾ നിന്റെ ഉള്ളിലില്ലേ, ഈശോട് പറ. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന എത്രയോ പേര് ഇതിനകത്തുണ്ട്. എല്ലാവരും ഉണ്ട്. എന്നിട്ടും ഒറ്റപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവളായി ജീവിക്കുന്നവര്. ചില പാപത്തിന്റെ നൈമിഷിക സുഖത്തിൽ, അതിന്റെ അടിമത്തത്തിൽ കഴിയുന്ന എത്രയോ മക്കളുണ്ട്. ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവര്, ഉപേക്ഷിക്കാൻ പറ്റാതെ വേദനിക്കുന്നവര്. അതാ ഒരു കുമ്പസാരം നടത്താൻ പോലും പറ്റാത്ത രീതിയിൽ പിശാച് വഞ്ചിച്ചിട്ടിരിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ടാവും. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവർ ഇതിനകത്തുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാത്ത മാനസിക, ശാരീരിക, ഭൗതിക പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്നവർ, വല്ലാത്ത ഞെരുക്കത്തിന്റെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങൾ, കുടുംബങ്ങൾ. കർത്താവേ, നീ കാണണമേ. ഈശോ, നീ തൊടണമേ. ഈ മക്കളെ സ്പർശിക്കണമേ. ജോലിയില്ലാത്ത മക്കൾക്ക് കർത്താവേ നീ അനുഗ്രഹിക്കണമേ. വിവാഹം നടക്കാത്ത മക്കളുണ്ട്, പ്രായമായിട്ടും. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെ, ദുശീലങ്ങളുടെ, പുകവലിയുടെ ഒക്കെ അടിമത്തത്തിലായിരിക്കുന്നവര്, അതിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്നത് കൊണ്ട് ഇന്നുവരെ ആത്മീയ സന്തോഷമെന്തെന്നും ആനന്ദമെന്തെന്നും അറിഞ്ഞിട്ടില്ലാത്ത ചില ജീവിതങ്ങൾ തമ്പുരാനെ നീ സ്പർശിക്കണം. രക്ഷ ആലയത്തിലുണ്ടാകാം, രക്ഷ സ്വഭാവനങ്ങളിലായിരിക്കാം. വിശുദ്ധ ജീവിതത്തിന്റെ വഴികൾ നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം, പാപത്തിലായിരിക്കുന്നവര്. അനുസരണമില്ലാത്ത മക്കളുണ്ടാകാം. വിശ്വാസം സമർപ്പിക്കുന്നു. ചില മാരക രോഗങ്ങൾ, മാറാ രോഗങ്ങളൊക്കെ ശരീരത്തിൽ വന്നു. ചില ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള, വിധി എഴുതിയിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, ഹാർട്ട് സംബന്ധമായ അസ്വസ്ഥതകൾ, വാൽവിൻ്റെതായ പ്രശ്നങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗപീഠകൾ, ആന്തരിക അവയവങ്ങളിലുള്ള രോഗങ്ങൾ. അതങ്ങനെ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്.
കുഞ്ഞുങ്ങൾ രോഗാവസ്ഥയുടെ നടുവിലായിരിക്കുന്നവരുണ്ട്. മാനസികമായ അസ്വസ്ഥതകളുള്ളവരുണ്ട്. മരുന്ന് കഴിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട്. മനസ്സിൽ ഒരു ഏകാഗ്രത കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ദൈവത്തോടുള്ള സകല ബന്ധവും തകർന്നു പോയ മക്കളുണ്ട്. അതിൻ്റെ ഭാരമുള്ളവർ. ഇന്നലകളിൽ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നതാണ്. ഇന്നലകളിൽ ഒത്തിരി ദൈവത്തെ വിളിച്ചവരാണ്. പക്ഷെ ഇന്ന് പറ്റുന്നില്ല. വിശ്വാസം പോലും ക്ഷയിച്ചു പോയ അനുഭവങ്ങൾ, വിശ്വാസത്തിൽ നിന്ന് പോലും വ്യതിചലിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ടാകും. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിനെ കൊടുത്ത് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ആത്മന ചേർത്ത് വയ്ക്കുക. ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനങ്ങളെ വിശ്വാസത്തിൽ കാണുക. നിങ്ങളുടെ ഭവനത്തിൻ്റെ 4 അതിരുകൾ, നിങ്ങളുടെ ഭവനം താമസിക്കുന്ന ഇടങ്ങൾ, മുറികൾ എല്ലാം വിശ്വാസത്തിൽ കാണുക. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് നിങ്ങളുടെ ഭവനത്തിൻ്റെ കട്ടിളപ്പടികൾ മുദ്ര ചെയ്ത്, ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ഭവനങ്ങളുടെ മീതെ സംഹാരദൂതൻ സ്പർശിക്കാതെ കടന്നുപോയെന്ന് വചനം പറയുന്നു. പുതിയ നിയമത്തിൻ്റെ കുഞ്ഞാടായ ഈശോ, അറക്കപ്പെട്ട കർത്താവ് ഇതായി അൽത്താരയിലുണ്ട്. ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിശ്വാസത്തിൽ നിന്റെ ഭവനങ്ങൾ, നിന്റെ കട്ടിളപ്പടികളൊക്കെ മുദ്ര ചെയ്യട്ടെ. നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ വരുമാന മാർഗങ്ങൾ, നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ വ്യാപാരങ്ങൾ എല്ലാം നിന്റെ പഠന മേഖലകൾ എല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യട്ടെ. ഏതെങ്കിലുമൊക്കെ തിന്മ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പൈശാചിക പീഡകൾ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ തിന്മയുടെ സ്വാധീനം കൊണ്ട് രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ, കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താലുള്ള സൗഖ്യം ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം. എല്ലാ രോഗാവസ്ഥകളെയും കർത്താവിന് കൊടുക്കുക. വിടുതൽ കിട്ടേണ്ട വിഷയങ്ങൾ കൊടുക്കുക. ചില ദുശീലങ്ങളാകാം, പാപത്തിൻ്റെ വഴികളാകാം. എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരാൻ പറ്റാതെ വിഷമിക്കുന്ന, വേദനിക്കുന്ന മക്കളുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുക്കുക. കർത്താവ് നിങ്ങളെ തൊടുന്ന സമയമാണ്. പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ആ സ്വാതന്ത്ര്യം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. കർത്താവിന് തൊടാൻ എളുപ്പമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പലരുടെയും ശരീരത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഒഴുകിയിറങ്ങി കഴിഞ്ഞു. വിശ്വസിച്ചാൽ മാത്രം മതി. അത്ഭുതകരമായ ചില വിടുതലുകൾ കർത്താവ് ചിലർക്ക് തന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കപ്പെടണം, പരിശുദ്ധാത്മാവിൽ ഉറപ്പിക്കപ്പെടണം, യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടണം. ആ വിഷയങ്ങളെല്ലാം നിങ്ങൾ രോഗാവസ്ഥകളുള്ളവരെല്ലാം ഈ നിമിഷം നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 2-3 പേര് കേൾക്കുന്ന സ്വരത്തിൽ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട്, കെട്ടുവാനും അടിക്കുവാനുള്ള അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട്, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും അടിക്കപ്പെടുമെന്ന ദൈവവചനത്തിന്റെ ശക്തിയോട് ചേർന്ന് ഈ മക്കളെ, ഇവിടെ കുടുംബങ്ങളെ, ഇവിടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ, ബന്ധങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല ദുരാത്മാക്കളോടും യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ, അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസമാധാനത്തിന്റെ കെട്ടുകൾ അടിയട്ടെ, ഭിന്നതയുടെ കെട്ടുകൾ അടിയട്ടെ, നിരാശയുടെ കെട്ടുകൾ അടിയട്ടെ, ആത്മഹത്യയുടെ കെട്ടുകൾ അടിയട്ടെ, വ്യഭിചാരത്തിന്റെ കെട്ടുകൾ അടിയട്ടെ, സ്വാർത്ഥതയുടെ കെട്ടുകൾ അടിയട്ടെ, ദുശീലങ്ങളുടെ കെട്ടുകൾ അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അകാല മരണങ്ങള്, ദുർമരണങ്ങള്, അപകട മരണങ്ങള് യേശുനാമത്തിൽ ഇല്ലാതാകട്ടെ. സാമ്പത്തിക തകർച്ചകള്, കടബാധ്യതകള് യേശുനാമത്തിൽ അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധവിശ്വാസങ്ങള്, അവിശ്വാസങ്ങള്, അനാചാരങ്ങള്, നിരീശ്വരവാദ ചിന്തകള്, ചില തെറ്റായ ബോധ്യങ്ങള് യേശുനാമത്തിൽ അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊബൈൽ ഫോണിന്റെ അടിമത്തങ്ങള്, കർത്താവേ, ബ്ലൂ ഫിലിമിന്റെ അടിമത്തങ്ങള്, സിനിമയുടെ അടിമത്തങ്ങള്, കർത്താവേ, ചില വീഡിയോ ഗെയിമിന്റെ അടിമത്തങ്ങള്, ഏതെങ്കിലും അടിമത്തത്തിന് മുഖം വഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വെളിപാട് 12:11 അധികാരത്തിൽ
കൂട്ടത്തോടെ ബന്ധിച്ച് ശാസിക്കുന്നു. അടിഞ്ഞു പോകണം. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അടിച്ചു പാടിക്കേ. ഭാരങ്ങളേറ്റെടുത്തു യേശു തന്റെ മരണത്തിനായി പാപത്തിൻ മുഖം തകർത്തു. യേശു തന്റെ ക്രൂശുമരത്തിൽ തന്റെ ഭാരങ്ങളേറ്റെടുത്തു. യേശു തന്റെ മരണത്തിനായി പാപത്തിൻ മുഖം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുമില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുമില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ തകർച്ചയെ ശാസിക്കുന്നു. ശാസിക്കും വിട്ടുപോകാൻ തകർച്ചയെ ശാസിക്കുന്നു. സാത്താനെ ശാസിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, ലോകത്തെ ശാസിക്കുന്നു. കുടുംബത്തിന് അസമാധാനത്തിന്റെ കെട്ടുകൾ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സാമ്പത്തിക ബാധ്യതകള്, കടബാധ്യതകള്, എന്ത് ചെയ്താലും ഫലമണിയാത്ത അവസ്ഥകള്, തടസ്സങ്ങളുള്ള മേഖലകള് യേശുനാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഇരുകരങ്ങളും ഉയർത്തി വിളിക്കുന്നു ഈശോയെ. സകല ദുഃഖങ്ങളും അടിയട്ടെ. പിശാച് വഞ്ചിച്ചിട്ടിരിക്കുന്ന മേഖലകൾ അടിഞ്ഞു പോകട്ടെ. ദുർപീഡകൾ അടിയട്ടെ. മാനസിക വൈകല്യങ്ങൾ അടിയട്ടെ. പിടിവാശി സ്വഭാവങ്ങൾ അടിയട്ടെ. പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ അടിയട്ടെ. അമിത ദേഷ്യ സ്വഭാവങ്ങൾ അടിഞ്ഞു പോകട്ടെ. അമിത ഭയത്തിന്റെ കെട്ടുകൾ അടിയട്ടെ. ആത്മഹത്യ പ്രവണതകൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാര ചിന്തകൾ അടിഞ്ഞു പോകട്ടെ. സ്വാർത്ഥതയുടെ കെട്ടുകൾ അടിയട്ടെ. നിരീശ്വരവാദത്തിന്റെ കെട്ടുകൾ അടിഞ്ഞു പോകട്ടെ. രോഗഭയത്തിലും മരണഭയത്തിലുമായി കഴിഞ്ഞിരുന്ന 7 മക്കളെ കൂട്ടായ്മയിൽ കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. 17ഓളം മക്കളുടെ മദ്യപാനത്തിന്റെ ദുശീലം എന്നുള്ള കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകി. അതിനോട് താല്പര്യം പോലും ഇല്ലാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നിയന്ത്രിച്ച് ഏറ്റെടുക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. ഭവനങ്ങളിലായിരിക്കുന്നവർക്കും വേണ്ടിയും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉദര സംബന്ധമായ അസ്വസ്ഥത, ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസുകൾ, അതുമൂലം വേദനിക്കുന്ന 3 മക്കളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 30 വയസ്സ് പ്രായമായിട്ടും വിവാഹം നടക്കാത്ത ഒരു വ്യക്തിയുടെ വിവാഹത്തിന്റെ മേഖലയുള്ള തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ച് കഴിഞ്ഞതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബ്ലൂ ഫിലിമിന്റെ അടിമത്തത്തിൽ നിന്ന് ഏകദേശം 36ഓളം മക്കളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ വിടുതൽ നൽകുന്നു. മ്ലേച്ഛത കാണുന്ന ആ ശീലമുള്ള 36ഓളം മക്കളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ വിടുതൽ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്ധ്യാപ്രാർത്ഥന ഇല്ലാതിരുന്ന 7ഓളം കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ച് പുനരാരംഭിക്കാൻ കർത്താവ്
കൃപ നൽകുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠന മേഖലയിൽ ഈ കഴിഞ്ഞ നാളുകളിൽ വല്ലാതെ പുറകോട്ട് പോയ ഒരു മകളെ കർത്താവ് കാണുന്നുണ്ട്. ആ വിഷയത്തിൽ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും പഠിക്കാനുള്ളൊരു ആഗ്രഹം നൽകി കർത്താവ് ആ മകളെ വിജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ശ്വാസോകാശ സംബന്ധമായ എന്തോ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ കൂട്ടായ്മയിൽ സൗഖ്യം നൽകുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. മുട്ടുകുത്താൻ പോലും പറ്റാത്ത രീതിയിൽ കാൽമുട്ടുകൾക്ക് വല്ലാത്ത വേദനയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയിൽ ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദമ്പതിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം മനസ്സിൽ നിന്ന് മായാതെ കടക്കുന്ന ഒരു മകളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ടും സൗഖ്യം നൽകുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ശരീരത്തിന്റെ ഷേപ്പ്, അതിന്റെ പ്രകൃതി ഒക്കെ അംഗീകരിക്കാൻ പറ്റാതെ, അതിന്റെ നിറമൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത മനസ്സിൽ വല്ലാത്ത സങ്കടമുള്ള 2-3 മക്കളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ പ്രത്യേകം കാണുന്നുണ്ട്. അതുപോലെ വല്ലാത്ത മാനസിക അവസ്ഥയാണ്. അതിൻ്റെ പേരിൽ കളിയാക്കപ്പെടുമ്പോൾ വല്ലാത്ത സങ്കടമുള്ള ഒരു അവസ്ഥ കർത്താവ് ആ മനസ്സിൻ്റെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും ധൈര്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് വീണ്ടും വീണു പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുള്ള ഏതാനും മക്കളെയും കർത്താവ് ഈ കൂട്ടായ്മയിൽ അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. കർത്താവിൽ വിശ്വസിക്കുക. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കർത്താവിൽ ജീവിതം സമർപ്പിക്കുക. എല്ലാം സാധ്യമാണെന്ന് വചനം കൂട്ടിച്ചേർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. 19 ലക്ഷത്തോളം കടബാധ്യതയുമായിട്ട് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന 9ഓളം മക്കളെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഒരു ബ്ലഡിന്റെ റിസൾട്ടിന് വേണ്ടി ഭയത്തോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് ഭയപ്പെടേണ്ട, എല്ലാം നോർമൽ ആണ് എന്നുള്ള സന്ദേശം കർത്താവ് തരുന്നുണ്ട്. യേശുവേ ആരാധന, 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 ആരാധന. ചെറുപ്രായത്തിൽ രോഗിയായി തീർന്ന ഒരു കുഞ്ഞിനെ ഓർത്ത്, എപ്പോഴും രോഗാവസ്ഥകളുള്ള ഒരു കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയുടെ പ്രാർത്ഥനയും ദിവസങ്ങളിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കൂട്ടായ്മയിൽ കുട്ടികളും യുവജനങ്ങളായിട്ടുള്ളവർ മാത്രം ഇപ്പോൾ മുട്ടുകുത്തുക. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികളും യുവജനങ്ങളായിട്ടുള്ളവർ മുട്ടുകുത്തുക. നമ്മൾ ഇവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങൾ മുട്ടുകുന്നേലായിരിക്കുക. മാതാപിതാക്കൾ നിങ്ങൾക്ക് കൈകൾ തുറന്നു പിടിക്കുകയോ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കുകയോ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ ഭാവിയുടെ, നമ്മൾ പറയില്ല, വാഗ്ദാനങ്ങളാണെന്നൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകരുത്, പാപത്തിലേക്ക് പോകരുത്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നകരുത്. ഈ അൾത്താര വിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകരുത്. അൾത്താര വിട്ട് പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പാപത്തിലേക്കുള്ള യാത്രയാണ്. ഇതെത്ര വയസ്സായാലും, 10 വയസ്സല്ല, 15 വയസ്സല്ല, കോളേജിൽ പോയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ അൾത്താരയോട് ചേർന്നിരിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ ജീവിതം
നിലനിർത്താനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠന മേഖലയിൽ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട്. ചില വിഷയങ്ങൾ പഠിച്ച മനസ്സിലിരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തോട് വിരസതയുള്ള കുഞ്ഞുങ്ങളുണ്ട്. വിശുദ്ധ ജീവിതം തകർന്നു പോയ കുഞ്ഞുങ്ങളുണ്ട്. ഇതിനകം ചില പാപത്തിലേക്ക് വീണുപോയവര്, ചില പാപബന്ധങ്ങളിൽ ആയിപ്പോയവര്, മാതാപിതാക്കൾ അനുസരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവര്, സ്വയം അംഗീകരിക്കാത്തവര്, എന്തിനും ഏതിനും മറ്റുള്ളവരെ പഴിചാരുന്നവര്, ലക്ഷ്യം മറന്ന് ജീവിക്കുന്നവര്, രോഗികളായി തീർന്നവര്, അവരെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോ, ഈ ആലയത്തിൽ വരാത്ത കുഞ്ഞുങ്ങൾ ഭവനങ്ങളിലുണ്ട്. അവരെയും ആത്മനാ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഈ ദേശവാസികളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു. അവിടെ മക്കളെല്ലാം ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, ഈ ദേശം വിശുദ്ധീകരിക്കപ്പെടണം. പാപത്തിൻ്റെയോ ദുശീലങ്ങളുടെയോ മദ്യത്തിൻ്റെയോ ലഹരിയുടെയോ ഒക്കെ സ്വാധീനങ്ങൾ ഉണ്ടാകും ഈ ദേശത്ത്. കർത്താവെ, അതിൻ്റെ ബിസിനസ് നടത്തുന്നവര്, അതിന് കാരണക്കാരാകുന്നവര്, അവർ കൂടി വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപം പെരുകാൻ കാരണമാകുന്ന മക്കളെ നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപത്തിൽ വീഴാതെ, ലഹരിക്ക് അടിമപ്പെടാതെ, കർത്താവെ, സ്വാർത്ഥതകൾക്ക് അടിമപ്പെടാതെ, അശുദ്ധിക്ക് അടിമപ്പെടാതെ, ലോകത്തിൻ്റെ വ്യാപാരങ്ങൾക്ക് അടിമപ്പെടാതെ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളിൽ, ഈ തലമുറയിൽ വിശുദ്ധരുണ്ടാകട്ടെ. കർത്താവെ, ഈ തലമുറകളിൽ നിന്ന് വൈദികരുണ്ടാകട്ടെ, സന്യസ്തരുണ്ടാകട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ദാഹമുള്ള കുഞ്ഞുങ്ങൾ, ദൈവരാജ്യത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്നവര് ഈശോയെ ഈ മക്കളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദികരായി ഞങ്ങൾ പൗരോഹിത്യത്തിൽ തന്ന അധികാരത്തിൻ്റെ കീഴിലും ഈ മാതാപിതാക്കളോട് ചേർന്ന് ഇന്നോളം ഈ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉയർന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും, മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇവരിപ്പോൾ മനസ്സിൽ സൂക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ നിങ്ങളുടെ ഒറ്റ കാര്യം പറയുള്ളൂ, മരിക്കേണ്ടി വന്നാലും പുറകോട്ട് പോകരുത്, വിശുദ്ധി കളയരുത്. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോലും വിശുദ്ധ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകും. വിശുദ്ധ ജീവിതത്തിൽ അത്ര കണ്ട് വില കൊടുക്കണം. കാരണം അത്ര കണ്ട് ഈശോ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കാൽവരിയുടെ നെറുകയിൽ ചങ്ക് പിളർന്നവനാണ്, അവസാനത്തുള്ള രക്തം തന്നതാണ്. ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ ആത്മാവ് നിങ്ങളെ സഹായിക്കും. എല്ലാവരും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവ് നമ്മളെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യുന്ന സമയമാണ്. നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവേ, മക്കൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ